അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനിമേ വ്യൂവർ. ഗൈസ് എന്ന് തന്നെ മൈൻക്രാഫ്റ്റാണ് കാണുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് വെറൈറ്റി പിടിച്ച്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൊബൈൽ ലെജൻസിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ട് വന്നതാണ്. കുറച്ച് പേർക്കൊക്കെ എന്തായാലും അറിയാമായിരിക്കും മൊബൈൽ ലെജൻസ്. നമ്മളിപ്പോൾ റൈസ്റ്റാറൊക്കെ ഇത് കളിക്കുന്നുണ്ട്. ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമേ ആയുള്ളൂ. ബട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഗെയിം ചെയ്ത് വരാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ നൈസ് ഗെയിം ബൈ ദ വേ. ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് എന്തായാലും ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഇതിനകത്ത് കുറേ അധികം റാങ്കുകളുണ്ട്. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ക്യാരക്ടേഴ്സുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ അയ്യോ കുറേ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് പഠിച്ച് വരുമ്പോഴേ ടൈം എടുക്കും. കുഴപ്പമില്ല, അത് നിങ്ങൾ കളിക്കുമ്പോൾ തന്നെ എല്ലാം പഠിക്കും. പിന്നെ ഇതിൽ തന്നെ കുറേ അതിനകത്ത് ടോട്ടൽ 5 പൊസിഷൻസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ 5 പേരായിരിക്കും ഒരു ടീമിനകത്ത് വരുന്നത്. അപ്പം 5 ലൈനുണ്ട്. EXP ലൈനുണ്ട്, ഗോൾഡ് ലൈനുണ്ട്, മിഡ് ലൈനുണ്ട്, ജംഗ്ലിംഗ് ഉണ്ട്, റോമിംഗ് ഉണ്ട്. ഈ 5 റോളാണ് ഇപ്പോൾ വരുന്നത്. അപ്പം വെച്ചാൽ ഒരു ടീമിനകത്ത് 5 പേര് കാണും. 5 പേർക്ക് ഓരോരുത്തർക്കും ഓരോ റോള് കാണും. മനസ്സിലായേ? അപ്പം നമുക്ക് ഇതിൽ എല്ലാ റോളിലും പല പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഡൈറോത്ത്. ഇത് ക്യാരക്ടറാണ്. എൻ്റെ സ്റ്റാർട്ടിങ് ഗെയിമിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള ക്യാരക്ടറും ഇതാണ്. ഇത് വലിയ പാടില്ല കളിക്കാൻ, സിമ്പിളാണ്. ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുവാണെങ്കിൽ ഇതാണ്. പിന്നെ നമ്മുടെ ഹണ്ടറുള്ള ഗോണുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ആനിമേയുടെ കൊളാബറേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നാറൂട്ടോ സംഭവമെല്ലാം വന്നിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട. നാറൂട്ടോ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹണ്ടർ കുറേ അധികം ഉണ്ട്. കക്കാശിയുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ക്യാരക്ടറിനും. ഇതാണ് സോറ, ഈ ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പം എൻ്റെ കൂടെ ക്യാച്ചപ്പ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കളിച്ചു പോകാം. എൻ്റെ ലൈവിലൊക്കെ വന്നാൽ മതി. ഞാൻ ലൈവൊക്കെ ഇടുന്നതായിരിക്കും. കൺസിസ്റ്റൻറ്റ്. അതൊന്നും പേടിക്കണ്ട. ഇതിട്ടാ ഇതിനകത്തും കുറേ അധികം കാര്യങ്ങളുണ്ട്. പ്രൊഫൈലിനകത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ റാങ്കുകളുണ്ട്. കാണിച്ചു തരാം ഒരു സാറിൻ്റെ ഒന്നെടുത്തോട്ട്. ഇതിനകത്ത് ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുമ്പോൾ മിത്തിക്കാണ്. കണ്ട വാരിയർ, എലൈറ്റ്, മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, എപ്പിക്, ലെജൻഡ്, മിത്തിക്കാണ് ഏറ്റവും ടോപ്പ് റാങ്ക്. ഞാൻ എലൈറ്റ് വരെ പോയതാണ്, എപ്പിക്ക് വരെ പോയതാണ്, എന്നിട്ട് ഇറങ്ങിയതാണ്. പ്രോ പ്ലെയറാണേ. ഏതാ മിത്തിക് ഓണർ, മിത്തിക് ഗ്ലോറി, അത് മിത്തിക്ക് തന്നെയാണ്. മിത്തിക്കിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ എന്ന് പറയാം. അതിൻ്റെ ബാക്കി ഇതുണ്ട. ഇതിലും ലീഡർ ബോർഡുണ്ട്. ഹീറോസിനകത്ത് ദീപ് നോക്കി പത്തനംതിട്ട ഉണ്ട്, റാന്നിയുണ്ട്, നമ്മുടെ പ്ലേസ് വരെ കാണി. മനസ്സിലായേ? അതിൽ വരെ ലീഡർ ബോർഡുണ്ട്. ഗ്ലോബൽ, ഇന്ത്യ, കേരളത്തിൽ നിന്നൊക്കെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. കണ്ട ഇഷ്ടം പോലെ പ്ലേയേഴ്സുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കുറവാണ് നമ്മുടെ കേരളത്തിൽ. അധികം എന്ന് വെച്ചാൽ അധികം ഇല്ല. ഇപ്പോൾ ലീഡർ ബോർഡിനകത്ത് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായേ? ഇപ്പം ഇതുവേ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഗെയിം ഒന്ന് മാസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും കീ സ്പോർട്സോ കാര്യങ്ങളൊക്കെ എന്തായാലും വരും. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 പേരെ സെറ്റാക്കി നിങ്ങൾ 5 പേര് കളിക്കുക. എന്നിട്ട് പിന്നെ ഇതിനകത്ത് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ചുമ്മാ കിട്ടും. ഇടയ്ക്ക് ഞാൻ ഓൺലൈനുണ്ട്, എന്നെ ഇൻവൈറ്റ് ചെയ്താലും മതി. ഞാൻ എൻ്റെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുവരെ ഇപ്പോൾ ഡയറോത്തിനെ വെച്ച് ഞാൻ കളിച്ചാണ് ചെയ്തത്. അവിടെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ട്രെയിനിങ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. ഡൈറോത്തായിരിക്കും ഞാൻ പറയുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം സ്റ്റാർട്ടിങ് ചെയ്യുന്നു നിങ്ങൾ പഠിച്ചു വരാനായിട്ട്. കണ്ട ഇതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇതാണ് ബിൽഡ്. ഈ മോള് ഷോപ്പ് പോലെ സാധനം ടോക്കൺ എടുത്തേക്കുന്നുണ്ട് അവിടെ. അപ്പം ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഓരോ ബിൽഡിനും ഓരോ പവറുണ്ട്. അപ്പം ബെസ്റ്റ് ബിൽഡ് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കണം ഓരോ ക്യാരക്ടേഴ്സിന്. അപ്പം ഇത് ഗെയിമിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ക്രീപ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്നുവെച്ചാൽ ഓരോരോ ജീവികൾ ഇതിനകത്ത് പല സൈഡിലും കാണും. അതിനൊക്കെ അടിച്ച് കൊല്ലുമ്പോഴേ ഈ മീനിയൻസിനെ അടിച്ച് കൊല്ലുമ്പോഴൊക്കെ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് എബിലിറ്റി ഡൈറോത്തിൻ്റെ. അത് നമുക്ക് പെട്ടെന്ന് കൂൾ ഡൗൺ ഇല്ല, ബട്ട് അതാണ് ഫസ്റ്റ് എബിലിറ്റി. ഇത് സെക്കൻഡ് എബിലിറ്റി മൊബിലിറ്റി. ഇത് വെച്ച് നമുക്ക് എനിമിയുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആകാം. ഇല്ല ഇത് യൂസ് ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ കൂൾ ഡൗൺ ആയിട്ടെ. അപ്പോൾ അത് സെക്കൻഡ് അറ്റാക്ക്, നമുക്ക് വേണമെങ്കിൽ ഡോഡ് ചെയ്യാം, ഇത് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ തേർഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അൾട്ടിമേറ്റ് അറ്റാക്ക്. ഇതാണ് ഓക്കെ.
നമ്മുടെ ഈ അറ്റാക്സിനും ഓരോ ലെവലുകളുണ്ട്. അത് നമുക്കിപ്പോൾ എൻ്റെ തലയുടെ മണ്ടയ്ക്ക് ഒരു 4 കണ്ട അത് നമുക്ക് മാക്സിമം 15 വരെ പോകും. അത് നമുക്ക് ഇതിനകത്തുള്ള ക്രീപ്സിനെ അടിച്ചു കൊല്ലുമ്പോഴും കുറേ മിനിയൻസ് ഉണ്ട്, നമ്മുടെ സോൾജേഴ്സാണ് അത്, മനസ്സിലായി? അവരെ അടിച്ചു കൊല്ലും. നമ്മുടെ സോൾജേഴ്സ് അല്ല, ഓപ്പോസിറ്റ് നമുക്ക് സോൾജേഴ്സ് ഉള്ളവരെ അപ്പുറത്തുള്ളവർക്ക് സോൾജേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ അടിച്ചു കൊല്ലുമ്പം നമുക്ക് ഈ XP കൂടും മണ്ടയ്ക്കത്തെ. അത് കൂടുമ്പോൾ അത് മാക്സിമം 15 ലെവലിൽ പോകും. 15 ലെവലിൽ പോകുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും പവർ കൂടും, മനസ്സിലായി? ഈ ഫ്രണ്ടിൽ കാണുന്ന സാധനമാണ് ടവർ. ഇത് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, ഒരു സെക്കൻഡേ. ഇതുണ്ട്, ഇതാണ് മെയിൻ ടവർ. ആ ടവർ ഇതിനകത്ത് കില്ലിലല്ല കാര്യം, ആ ടവർ എങ്ങനെ പൊട്ടിക്കുന്നതിലാണ് കാര്യം. ഇത് നമ്മുടെ ടവർ, ഈ സൈഡിലുള്ള ബ്ലൂ. അങ്ങനെയല്ല, ഇത് എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന മാച്ചിനനുസരിച്ച് നമുക്ക് കളറൊക്കെ മാറി വരും. പിന്നെ ഈ ടർട്ടിൽ ലോഡെന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. അത് ടർട്ടിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചേ. ഇത് ലോഡ് ഞാൻ കാണിച്ചു തരാം, ഒരു സെക്കൻഡേ. ഇതാണ് ലോഡ്, ഈ നീല കളർ സാധനം. ലോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഹിറ്റ് ചെയ്ത് ഇവനെ കില്ല് ചെയ്യുന്ന ആളുടെ ആ ടീമിൻ്റെ കൂടെ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യും നമുക്ക്. ഇവനെ കൊല്ലുന്ന കാര്യം അതൊക്കെ നമുക്ക് കുറച്ച് ടാക്റ്റിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ളതാണ് ടർട്ടിൽ, ഞാൻ കാണിച്ചു തരാം. ഇത് ടർട്ടിൽ. ഇവനെ നമുക്ക് ഇതല്ല അതൊരു ക്രീപ്പാണ്, നമ്മുടെ ജംഗിൾ ക്രീപ്പാണ്. ഇവനെയും കൊല്ലുമ്പോൾ നമുക്ക് HP ഒക്കെ കിട്ടും, മൊമെൻറ്റ് സ്പീഡ് കൂടും, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടർട്ടിൽ. ഇവനെ കൊല്ലുമ്പോൾ കണ്ട ഇപ്പം എനിക്ക് 15% മൊമെൻറ്റ് സ്പീഡ് കൂടിയേ, കണ്ട. അപ്പോൾ ഇതാണ് ടർട്ടിൽ. ഇവനെ നമുക്ക് കൊല്ലുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷീൽഡ് കിട്ടും, കുറച്ച് XP കൂടുതൽ പോലെ കാണിക്കും. ഇതിനെ കൊന്ന് കാണിക്കാൻ പറ്റില്ല, ബട്ട് അത് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ കുറേ അധികം ക്രീപ്സ് ഉണ്ട്, ഞാൻ അത് കുറച്ചായിട്ട് എന്തായാലും പറഞ്ഞുതരാം. ഇതാണ് ലിസാർഡ്. ഇവനെ അടിക്കുമ്പോഴും നമുക്ക് XP കിട്ടും ആൻഡ് നമ്മുടെ ഹെൽത്തും കൂടും. ഓക്കെ, ആൻഡ് ഇതാണ് ബ്ലൂ ബഫ്. ഇത് നമ്മുടെ സൈഡിലും 2 ബ്ലഫ് കാണും, അവരുടെ സൈഡിലും 2 ബ്ലഫ് കാണും. എന്നുവെച്ചാൽ ഒരു ബ്ലൂ ബഫുണ്ട്, ഒരു ഓറഞ്ച് ബ്ലഫുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കൂടും, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. മനയെന്ന് പറയുന്ന സാധനമുണ്ട്, ഇതിനകത്ത് മനയുണ്ട്, അതും കൂടും. അപ്പോൾ ഇതാണ് ഓറഞ്ച് ബഫ്. ഇവനെ അടിക്കുമ്പോഴേ നമുക്ക് XP കിട്ടും ആൻഡ് നമ്മുടെ ഹെൽത്തും കൂടും. പിന്നെ കാണിച്ചു തരാം, ഇനിയുണ്ട് തീർത്തിട്ടില്ല. ഇതിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അടിക്കാനുണ്ട് ഗെയ്സ്. എല്ലാവർക്കും നമ്മുടെ സെയിം എമൗണ്ട് ഓഫ് ടവേഴ്സ് ആയിരിക്കും. അത് നമ്മൾ ഓരോന്ന് അടിച്ചടിച്ച് എങ്ങനെയാലും ലാസ്റ്റ് ടവർ, ആ മെയിൻ ടവർ എങ്ങനെയാലും അടിക്കണം. ആ അടിക്കുന്ന ആൾ ജയിക്കും. ഇതിൽ കില്ലിൽ കാര്യമില്ല, മനസ്സിലായി? നമ്മൾ കില്ലെടുത്ത് കളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ടീമിനോട് സപ്പോർട്ട് ചെയ്ത് കോർഡിനേറ്റായിട്ട് നിന്നിട്ട് കളിക്കണം, മനസ്സിലായി? ഇതാണ് ടവർ. ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചാവും. അതിന് ചാകാതിരിക്കാതെ ടവർ കൊല്ലണമെങ്കിൽ നമ്മൾ മിനിയൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ചെറിയ കാര്യങ്ങളാണ്, നമ്മുടെ സോൾജേഴ്സാണ് അവർ. അവരെ നമ്മൾ ആദ്യം കയറ്റി വിടണം എന്നാൽ ടവറിന്. ഈ ടവർ അടിക്കാനായിരിക്കും എപ്പോഴും നോക്കുന്നത്. അപ്പം അവരടിക്കാൻ നേരം നമ്മൾ പോയി ഈ ടവർ അങ്ങ് പൊട്ടിച്ചാൽ മതി. അപ്പം നമുക്ക് ഹെൽത്ത് പോകത്തില്ല. അങ്ങനെ കുറേ ഇത് നമ്മുടെ ടവറാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം ഞാനിപ്പോൾ ഡാമേജ് കിട്ടി ചത്തില്ലേ, അതേപോലെ വരും. ആൻഡ് ഇതാണ് മറ്റേ ഗോളം. അവനെ അതേപോലെ തന്നെ അടിച്ച് കഴിഞ്ഞാൽ XP ഒക്കെ കിട്ടും. ഇതേപോലെ എല്ലാ ക്രീപ്പിനെ അടിച്ചാലും XP കിട്ടും, ആ മിനിയൻസിനെ അടിച്ചാലും XP കിട്ടും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്കില്ലൊക്കെ കാണാം. ഇത് അൾട്ടിമേറ്റ്, ഈ സെക്കൻഡ്, ഇത് ഫസ്റ്റ്. ഗൈസ് നിങ്ങൾക്ക് എന്താണെങ്കിൽ വായിച്ച് നോക്കാം. ഇന്നത്തെ എല്ലാ സംഭവം സിമ്പിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നതെന്നുള്ളൂ. ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടവർ, മെയിൻ ടവർ. ഗൈസ് നമ്മുടെ ടവർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം. അറ്റ് ദ ടൈം അവരുടെ ടവർ നമ്മൾ പൊട്ടിക്കാൻ നോക്കണം, അല്ലേ? അത്ര സംഭവമുള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് XP കൂടും, ലൈഫ് കൂടും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് തോന്നാം ഇന്നലെ കളി തുടങ്ങിയ നീയാണോടാ ഞങ്ങൾക്ക് ഗെയിം പറഞ്ഞിരുന്നത് എന്ന്. ഗൈസ് അങ്ങനെയൊന്നുമില്ല, ഇത് സിമ്പിൾ സംഭവമാണ്. ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആർക്കും തോന്നുന്നത് ഞാൻ ഒരു പ്രോ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോൾ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യണേ, നമുക്ക് ലൈവിലൊക്കെ ഇടയ്ക്ക് ഒരുമിച്ച് കളിക്കാം. ദാറ്റ്സ് ഓൾ. പിന്നെ ഗൈസ് നമ്മുടെ ഡൈറോത്തിൻ്റെ 3rd അറ്റാക്കിനകത്ത് നമുക്ക് റൗണ്ട് പോലൊരു ആനിമേഷൻ വരും. ആ ഒരു അറ്റാക്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാമേജിനനുസരിച്ച് നമുക്ക് ലൈഫ് കൂടും. അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഡൈറോത്ത്. ഇപ്പം നമ്മൾ ക്രീപ്സിനെ അങ്ങനെ അടിച്ചാലും 3rd അറ്റാക്കിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡാമേജിനനുസരിച്ച് നമുക്ക് ലൈഫ് കൂടും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ റീഗൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കൂടും. അതാണ് അതിൻ്റെ. നമുക്ക് ഇതിനകത്ത് ഈ റീഗനും റീകോളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ ഫ്ലിക്കർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
അവിടെ നമുക്ക് വെഞ്ചൻസ്, റിട്രിബ്യൂഷൻ, അങ്ങനെ കുറേ അധികം സംഭവങ്ങളുണ്ട്. എല്ലാത്തിനും ഓരോരോ പവേഴ്സാണ്. ഇപ്പം നിങ്ങളിപ്പോൾ വെച്ചാൽ ഈ ലീഡർ ബോർഡിൽ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ, ആ ടോപ്പ് നിൽക്കുന്ന ആൾക്കാരെ വെച്ചാൽ എന്തുവാ അവരുടെ ബിൽഡ് നമുക്ക് കോപ്പി ചെയ്തതിനകത്ത് ഇടാൻ പറ്റും. അങ്ങനെ ഇട്ട് കളിച്ചാൽ മതി. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഗെയിം എന്താണെന്ന് പഠിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എടുത്തിട്ട് കളിക്കാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടിങ് ഗെയിമിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ലീഡർ ബോർഡിൽ ടോപ്പിക്കുന്ന ആരുടെയും എടുത്തിട്ട് കളിച്ചാൽ മതി. അപ്പോൾ കഴിച്ച് ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ടൈപ്പ് കൺട്രോൾ ഉണ്ട്. കാണിച്ചു തരാം. 3 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇല്ല കളിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടവറിന് അടിക്കാൻ വേറെ ഉണ്ട്. അങ്ങനെ പിന്നെ ഷോപ്പിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഡയമണ്ടാണ് ഇതിനകത്ത് കറൻസി. ഡയമണ്ട്, ഈ ബാറ്റിൽ പോയിൻറ്റ്സ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതിനകത്ത് പൈസ മുടക്കേണ്ട കാര്യമില്ല. ഈ ബാറ്റിൽ കോയിൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനൊക്കെ മേടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ആരും പേടിക്കണ്ട. പിന്നെ ഈ സ്കിൻസിനൊക്കെയാണ് പൈസ മുടക്കുന്നത്. ബട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഫ്ലെക്സ് ചെയ്യാം, അത് മാത്രം. അപ്പോൾ ഗൈസ് ഇതിനകത്ത് കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം, അത് വെച്ച് കളിക്കാം. അപ്പം ആരിലൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയ കൊടുക്കാം, അതൊക്കെ സെറ്റ് മതി. ഐ വിൽ അക്സെപ്റ്റ്. ഓക്കെ. പിന്നെ ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കളിക്കാം. അപ്പോൾ ഗൈസ് പിന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ അധികം ഇവൻ്റ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. കാണിച്ചിട്ട് ഇതെല്ലാം കുറേ ഇവൻ്റാണ്. ഇതിൻ്റെ അകത്തും നമുക്ക് ക്യാരക്ടേഴ്സിനെ സ്കിൻസും മേടിക്കാൻ പറ്റും. ഇത് ഫ്രീ ആണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ മാക്സിമം ഇതൊക്കെ കളക്ട് ചെയ്യുക. വലിയ പാടൊന്നുമില്ല. നമുക്ക് കുറച്ച് ഗെയിംസ് കളിച്ചാൽ മതി. അങ്ങനെ ഈ പോയിൻറ്റ്സ് ഒക്കെ കിട്ടും. അത് വെച്ച് നമുക്ക് ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ മേടിക്കാം, അതിനകത്ത് ആ സ്കിന്ന് മേടിക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഗെയിം തുടങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക. ഓക്കെ, എനിക്കെന്താ ഇഷ്ടപ്പെടും. ആദ്യം ചെറിയൊരു ഇതെന്ത് സംഭവം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ 2-3 മാച്ചൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റാകും. ഓക്കെ, അപ്പം എല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട, എന്നാണ് ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ലൈവിലൊക്കെ ഇടയ്ക്ക് കളിക്കാം. പിന്നെ ഗൈസ് ഞാൻ കളിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് CC, ഒന്ന് ഡയറോത്ത്, തമോസ്. ഞാൻ ഇപ്പം തമോസിനെ അധികം കളിച്ചിട്ടില്ല, ഇപ്പോൾ സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് EXP ലൈനാണ് കളിക്കുന്നത്. അപ്പം നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ കൂടെ നമുക്ക് ഇതും എങ്ങനെയും കൊണ്ടുപോകാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.